സുന്ദരന്റെ വരമോർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണുനി, കാമുകന്റെ വിളി കാത്തിരിക്കും ഒരു കാമുകി പെണ്ണുനി, അരികിലായി വന്നു ചേരാൻ കൊതിയും അരികിലാകും നേരം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇതപ്പോൾ നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നപ്പോൾ ഉള്ള ചെറിയൊരു വ്ളോഗാണ്. രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഞാനിങ്ങനെ ഏത് ഡ്രസ്സ് എടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ നോക്കി ഇരിക്കുകയാണ്. കുറേ ടൈം അങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് പോകുന്നതിന് മുന്നേ നമുക്ക് രാവിലെ തന്നെ ഒന്ന് കോളേജിൽ വരെ പോകണം, ഇന്റേണൽസ് ഒക്കെ സൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് റെഡി ആയിട്ട് നേരെ കോളേജിലേക്ക് പോവുകയാണ്. ഓൾറെഡി ഹാനിയായി ഷിഫായും കാറിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ഒപ്പമാണ് പോയിട്ടുണ്ടായിരുന്നത്. വാപ്പി എന്നെ കൊണ്ടുപോയി തലവടിയിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഹാഫ് അവർ ഒക്കെ കാണും കോളേജിലേക്ക് പോകാനായിട്ട്. അപ്പം നമ്മൾ ബൈപ്പാസ് ഒക്കെ കയറി നേരെ കോളേജിൽ ചെന്നു. ഇതാണ് നമ്മുടെ കോളേജ്. ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിലൊക്കെ പോകുന്ന ടൈമിൽ എനിക്ക് ഈ കോളേജിൽ പോണതേ ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനെ വീട്ടിൽ ഇരിക്കാൻ പറ്റിയ അത്രയും നല്ലതെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു നിമിഷം എൻ്റെ ക്ലാസ്സിനെ പറ്റി കോളേജിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട് പോവാണ്. ഇതപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കോട്ടയത്ത് നിന്ന് ഇളയമായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പിക്ക്. കുറച്ചങ്ങ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്ക് വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ നിസ്കരിക്കാനായിട്ടൊരു പള്ളിയിൽ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഇതുപോലെ ചായയും സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ചായ ഒട്ടും ഇഷ്ടമല്ല, കോഫിയും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, ഇടയ്ക്ക് വല്ലതും കുടിച്ചാലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ബൂസ്റ്റ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ട്. അവിടുത്തെ കട്ട്ലേറ്റ് നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ബോണ്ടായില്ലേ അതും ണ്ടായിരുന്നു. കട്ട്ലേറ്റ് ആയിരുന്നു എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാ കോഴിക്കോട് പോയെന്ന് പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ കസിൻ ഇത്തിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത് കോഴിക്കോടാണ്. അപ്പൊ ഇത്തിയുടെ വീട്ടിലേക്ക് പോയതാണ്. ഇത് ആലപ്പുഴ ടു കോഴിക്കോട് അത്യാവശ്യം നല്ല ദൂരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഒരു 11 മണിയൊക്കെ അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അവർ സിനിമക്ക് പോയിട്ട് നമ്മൾ നിൽക്കുന്ന ജംഗ്ഷനിലോട്ട് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ഞാനും റിതായും ആമിനും കൂടി ഇക്കയുടെ വണ്ടിയിലായിരുന്നു വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ ചെന്ന ഉടനെ തന്നെ എല്ലാവർക്കും നല്ലപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു നമുക്ക് രാത്രി കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. വിശന്ന് പൊരിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജാച്ചാണെങ്കിൽ നമ്മളെയൊക്കെ കുറച്ച് ദിവസം കൂടി കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. വന്ന ഉടനെ തന്നെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്ന ശേഷം നമ്മൾ പോയി കിടന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ലോങ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണിച്ചായിരുന്നു നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നു. ഇതപ്പോൾ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിൽ പോയിട്ട് ഇങ്ങനെ വായിട്ടൊക്കെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. കാര്യം ഈ സമയം പൊതുവേ ഞാനങ്ങനെ കാണാറില്ല. വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു 10-10:30ഒക്കെയാണ് എൻ്റെ കണക്ക്. പക്ഷെ ഇന്നൊരു 7-7:30 ആയപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ താഴേക്ക് ചെന്നപ്പോഴത്തേക്ക് ഉമ്മ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ച പാടെ ഞങ്ങൾ 3 പേരും കൂടെ മെഗിലി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു, ഫോണിലും കളിച്ച് കിടന്നുറങ്ങിയൊക്കെ ടൈം കളഞ്ഞു. ഉച്ചയായപ്പോഴത്തേക്കും പിന്നെ ലഞ്ച് കഴിക്കാനായിട്ടായിരുന്നു ഇറങ്ങി താഴത്ത് വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് പോകുന്ന കാര്യം പ്ലാൻ ഇട്ടപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് അവരുടെ ലഗോൺ ബിരിയാണിയാണ്. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് അത് തന്നെ വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ലഞ്ചിന് ബിരിയാണിയാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെക്കാരിലും മുന്നേ എണീറ്റ് താഴെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ബിരിയാണി കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു ഗൈസ്. നമുക്ക് പിന്നെ പണ്ടേ അന്നമാണല്ലോ ഉന്നം. അതുകൊണ്ട് തന്നെ ഞാൻ കയറി ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് റൈസ്, പിന്നെ അതിൻ്റെ കൂടെയുള്ള ചമ്മന്തി, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് പണ്ടത്തേനേലും ഒന്നുകൂടെ ടേസ്റ്റ് കൂടിയതുപോലെ അത്ര അടിപൊളിയായിരുന്നു ഈ ഒരു ബിരിയാണി കഴിക്കാൻ. ഞാനിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രസ്സ് ഇപ്പോൾ എനിക്കൊരു യൂണിഫോം പോലെ ആയിരിക്കുകയാണ്. എവിടെ പോയാലും ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തെടുത്തിട്ട് വന്നതാണ്. ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിരുന്നത് വേറൊരു ടോപ്പായിരുന്നു. പക്ഷെ ഉമ്മ ഓർത്തു ഞാൻ ഇതാണ് എടുക്കാൻ വേണ്ടി ഇരിക്കുന്നതെന്ന്. അങ്ങനെ ഉമ്മച്ചെടുത്ത് ഇത് ബാഗിൽ പാക്ക് ചെയ്തിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഒരു ടോപ്പ് പോലും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഇനി നാളെ ഇടാനുള്ള ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കിട്ടിയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് പോകാനുള്ളത് ഹൈലൈറ്റും കോഴിക്കോട് ബീച്ചൊക്കെ തന്നെയല്ലേ. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഹൈലൈറ്റ്. ഇവളുമാർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. പക്ഷെ എന്താണ് ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇൻവേർട്ടേഴ്സ് ആകും. ഇൻട്രോവേർട്ട് എന്നൊന്നും പറഞ്ഞാലും പോരാ, അതിൻ്റെ അപ്പുറമായി. ഇങ്ങനെ നമ്മൾ ഹൈലൈറ്റിലെത്തി പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല, ഒന്നും മേടിക്കാൻ പോലും പ്ലാൻ ഇല്ല. ജസ്റ്റ് ഒന്ന് കറങ്ങുക, ഒരു ദിവസം വെറുതെ അങ്ങ് കളയാതെ തന്നെയാണ് നമ്മുടെ പ്ലാൻ. അപ്പം നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ നടക്കുന്ന ടൈമിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ പോകണുണ്ട്. പിന്നെ ഒരു കാര്യമില്ലാതെ ഏതെങ്കിലുമൊക്കെ കടയിൽ കയറിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കൽ പണ്ടേ നമ്മുടെ നടന്ന് ക്ഷീണിച്ചപ്പോഴത്തേക്ക് ഇരിക്കാൻ നമുക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സൈൻ ലബാനും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ഡെസേർട്ട് വാങ്ങി കഴിച്ചിട്ട് ആർക്കും അങ്ങനെ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ചായയൊക്കെ കഴിക്കാനായിട്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചട്ടിപ്പത്തിരി വാസ് സോ ഗുഡ്. പക്ഷേ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഇലയുടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു മീനിൻ്റെ അടയായിരുന്നു. നമ്മൾ ഈ ചക്കര വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന അട പോലെ തന്നെ മീനുള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള എൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്.
സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ എനിക്ക് വേണ്ടായിരുന്നില്ല എന്നാണ് തോന്നിപ്പോയത്. ഞാൻ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എന്താ മത്തിയാണോ എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് മാറാനായിട്ട് ഈ ഒരു സ്വീറ്റ് പോലത്തെ സാധനം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല മധുരമൊക്കെ ആയിട്ട് അത് നല്ലതായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ബൂസ്റ്റ് കൂടെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് കോഴിക്കോട് ബീച്ചിലോട്ടാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ആളും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ആലപ്പുഴ ബീച്ച് പോലെയൊന്നും അല്ല. ആ ഒരു ടൈമിന് ചെന്നിട്ട് അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ നല്ല ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. പിന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ. ഒരു സുന്ദരി പെണ്ണ്